ബാബുരാജിന്റെ അടുത്ത് എന്തുകൊണ്ട് ഞാൻ മോശമായിട്ട് പറയില്ല എന്ന് പറയുന്നത് എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. അതിപ്പോ സമ്മതിച്ചല്ലോ, അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. ഇവരാണെങ്കിൽ കോമൺ സെൻസ് ഇല്ലാതെ ബാബുരാജിന്റെ അടുത്ത് ബാബുരാജ് ഇയാള് വലിയ ആള് ഒറ്റ അല്ല ഒന്നും ചെയ്യാതെ അശോകേട്ടനും മനോജേട്ടനും കൂടെ നമുക്ക് എന്താടാ സംഭവിക്കുന്നതെന്നുള്ള ബാബുരാജിന്റെ അത് കയറുന്നു. എനിക്ക് അതാ മനസ്സിലായി. ആ പാവം പിടിച്ച ബാബുരാനെ വെറുതെ പിടിച്ചു ബാബുരാനെ തന്നെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഗദീഷ് എന്തെല്ലാം പൂച്ച പോലെ എടുത്തെറിഞ്ഞാൽ 4 കാലം അതുകൊണ്ട് നമ്മള് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മളെല്ലാവരും ബാബുരാജിന്റെ അടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറും. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. കഥയുടെ ഗുണമാണ് പെരുമാറിയാൽ എല്ലാവർക്കും നല്ലത്. അതല്ല, നിങ്ങൾക്ക് വീണ്ടും ഡീസന്റ് ആയിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധി. അത്രേ എനിക്ക് പറഞ്ഞുള്ളൂ. മലയാള സിനിമയിൽ 2 പേർക്ക് ആനയായിട്ട് യുദ്ധം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ജഗദീഷ്, പിന്നെ ജഗദീഷ്. ആനയായിട്ട് യുദ്ധം ചെയ്തോ? ജയൻ അഭിനയിച്ചിട്ടുണ്ടോ ആനയായിട്ട്? അറിയപ്പെടാത്ത ആനയുടെ കൊമ്പി ഇങ്ങനെ തൂക്കി പിടിച്ച് പിന്നെ ഭയങ്കര സീനല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രായക്കര പാപ്പാറില്ല ഞാൻ. പിന്നെ ജഗദീഷ് ശേഷം